ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ഷാനാസ് വേഡ്. അപ്പോൾ നമ്മുടെ വീഡിയോ സാറ്റർഡേ എടുത്തതാണ്. അപ്പോൾ ഇത് അപ്ലോഡ് വരുന്നത് ഇന്നാണ് കേട്ടോ. ഇന്ന് സൺഡേ. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് നമ്മൾ ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ദാമിനസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. എങ്ങോട്ട് നടക്കണ്? മിഞ്ഞ കഴിക്കണ്ടേ? അപ്പോൾ ഇതാ ഒരാളിവിടെ മദ്രസൊക്കെ വിട്ട് വന്ന് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്നറിയോ? പത്തിരി, അതേപോലെ നല്ല ബീഫ് കറി. താഴെ നിന്ന് എടുക്കുക, മേലെ എണ്ണയാണ് ഉണ്ടാവുക. നല്ലൊന്ന് പിന്നെ എന്താ കച്ചറ, എന്താ പുറത്തത്തെ വേസ്റ്റൊക്കെ അല്ലേ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നത് അല്ലേ? അടിയെന്ന് എടുക്കുക, നല്ല അടിയെന്ന് എടുക്കുക. പീസ് വേണ്ടേ? ഷാനാക്ക് ആ മേലത്തെ എണ്ണ മാത്രം മതി. ഒന്ന് മിക്സ് ആക്കടോ. അപ്പോൾ ഇതാ ഞാനും മിന്നൂസും വേഗം കഴിക്കട്ടെ. അപ്പം ഇന്ന് ഷാനെന്നും പറയാറുള്ള പോലെ തന്നെ ഇന്ന് നമുക്ക് സ്കൂളില്ലാത്ത ദിവസം ഒരു വ്ളോഗ് എടുക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താഴ്ചയാണ്? സാറ്റർഡേ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നമുക്ക് സൺഡേ ആയിരിക്കും വരിക. പിന്നെ നാളെ നമുക്ക് വ്ളോഗ് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? നമുക്ക് മൺഡേ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. അപ്പം സ്കൂളിൽ EVS ക്ലാസ് ടെസ്റ്റാണ്, ചാപ്റ്റർ 1 പഠിക്കൂലേ? റൂമിൻ്റെ ഭംഗിയൊക്കെ ഞാൻ പിന്നെ കാണിച്ചത്, അത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മിന്നോ കഴിക്കാം. ബാ 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 കഴിക്കാൻ വാ. ഇതെന്താ വയർത്തിക്കിന്? അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു ഇലക്ട്രിക്കൽ വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പൊടിയും കാര്യങ്ങളാണ്. പിന്നെ റൂമിൻ്റെ ഒരു കോർണറിലായിട്ടൊരു LED പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മേലെയായിട്ട്. അപ്പം അതും ഒന്ന് ചേഞ്ച് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റിൽ കിടക്കുകയാണ്. പിന്നെന്താ, തലേ ദിവസം ഞങ്ങൾ ഷാനയ്ക്ക് ഒരു പ്രൊജക്റ്റ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഷാനൊന്ന് റൂമൊക്കെ വൃത്തിയാക്കും പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ മിന്നൂസ് കയറിയിട്ട് എന്തൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ പൗച്ചവൾക്ക് കൊടുക്കുക പറഞ്ഞതാണ് കേട്ടോ. കാരണം 2 മിനിറ്റ് അതുകൊണ്ട് കളിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകും കേട്ടോ. നമ്മൾ എന്തെങ്കിലും കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കിട്ടണം എന്നുള്ള ഒരു ഇതായിരിക്കും കേട്ടോ. വാശി പിടിക്കില്ല, പക്ഷെ നമ്മൾ പിന്നാലെ അതിനു വേണ്ടി നടക്കും. അപ്പം അത് കൊടുത്തതിന് ഇങ്ങനെ ഷാന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ മേലെ കിച്ചൺ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ എടുക്കും കളിക്കും എന്നൊക്കെ പറയണം. അവിടെ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ എടുത്തു. ഇനിയിപ്പം സൺഡേ എന്തായാലും ഇതിനൊന്നും നേരം ഉണ്ടാവില്ല, കാരണം മൺഡേ എക്സാം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ മിന്നൂസ് അവളുടെ ഫാൻസി സാധനങ്ങളൊക്കെ വലിച്ചു വാരിടാൻ നോക്കണം. അപ്പോൾ ഇതുപോലെ തുറക്കണ കാരണം തന്നെ ഞാനിങ്ങനെ ഒരു സൈഡിലേക്ക് ചരിച്ച് വെച്ചു കൊടുക്കാനാ പറയട്ടോ. പിന്നെ അവൾക്ക് തുറക്കാൻ കിട്ടില്ലല്ലോ. അപ്പം അതൊക്കെ വേഗം എടുക്കുന്നതിന് മുന്നേ തന്നെ ഷാന അങ്ങോട്ട് തിരിച്ച് വെച്ചു കൊടുക്കണം. പിന്നെ അവൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ മിന്നൂസ് നേരം പോകാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇടയ്ക്കൊക്കെ അത് അങ്ങനെ വെച്ചു കൊടുക്കും, എന്തെങ്കിലുമൊക്കെ കളിച്ചിരിക്കട്ടെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ കിച്ചൺ സെറ്റ് എടുത്തതിൻ്റെ സന്തോഷമാണ്. അപ്പം ഞാനിത് അൺബോക്സ് ചെയ്യാം അമ്മച്ചിൻ്റെ വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അപ്പം അതിനിടയിൽ ഇതാ മിന്നൂസ് ഇവിടെ കുറേ കോലാഹലങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട്. ഞാനത് പെറുക്കി ആ പെട്ടിയിലോടും മിന്നൂസ് വീണ്ടും അത് താഴത്തോട്ട് തന്നെ വലിച്ചിടും കേട്ടോ. അപ്പം ഇത് നമ്മൾ ചെറുപ്പുളശ്ശേരി ലാമിയെന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഒരു കിച്ചൺ സെറ്റിൽ നമുക്ക് രണ്ട് ഐറ്റം മിസ്സിങ് ആണ് കേട്ടോ. ബോക്സിൽ കറക്റ്റ് ഐറ്റം ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് നോക്കാനൊന്നും പെട്ടെന്ന് പറ്റിയില്ല, അങ്ങനെ എടുത്തിട്ട് പോകുന്നു കേട്ടോ. പെട്ടെന്ന് ഇപ്പം അത് അറിയില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ മിസ്സിങ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു ഐറ്റവും പിന്നെ ഷാന കാണിക്കുന്ന ഈ ഒരു ഐറ്റവും 2 സ്പൂണ് കാര്യങ്ങൾ ഇതിലില്ല കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്ന സമയം മിസ്സിങ് ആയതായിരിക്കും. എന്തായാലും നമുക്ക് ഇത് വന്നപ്പോൾ പിന്നെ അവള് വരുമ്പോൾ തന്നെ ഇത് അൺബോക്സ് ഒക്കെ ചെയ്ത് നോക്കിയിരുന്നു വണ്ടിയിൽ നിന്ന് തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് എവിടെയാണ് മിസ്സിങ് ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇതിലുള്ളൊരു വാഷ് ബേസ് ആണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഈ ഒരു ബൗളിന്റെ ഉള്ളില് വെള്ളം നിറച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതിങ്ങനെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സംഭവം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം വരും കേട്ടോ. പുറത്തേക്ക് പോവില്ല. ഇതിന്ന് ഈ ഒരു ബൗളിൽ നിന്ന് ഡയറക്റ്റ് വരും. പിന്നെ അതിൽ തന്നെ ഫില്ലാവുക ചെയ്യാട്ടോ. അപ്പൊ ഇതാണ് ഷാനയുടെ കിച്ചൺ സെറ്റ്.
അപ്പൊ പിന്നെ നാളെ എന്തായാലും കളിക്കാനുള്ള അവസരങ്ങളൊന്നും നമ്മള് കൊടുക്കുന്നതായിരിക്കില്ല. എന്തുകൊണ്ട്? മൺഡേ എക്സാം ആണ്. അപ്പൊ ഇന്ന് കളിച്ചോട്ടെ, പാവല്ലേ, നമുക്ക് വിട്ടുകൊടുക്കാം. മിന്നോ, ആ മിന്നുന് കൊടുക്കുക 2 ഇതെന്താ ആ പാത്രത്തിനൊരു ഹോളൊക്കെ? അല്ല, ഇതിങ്ങനെ വെച്ചിട്ട് അല്ല അല്ലേ? അരിപ്പയാണോ? അല്ല, ചട്ടിയാണ്. പക്ഷെ അവരങ്ങനെ കൊടുത്തു. നേരെ വെക്കത് ചെരിഞ്ഞിട്ടേ. അട്ടപ്പെട്ടി അത് ലോക്കൽ. അതിന്റെ ഉള്ളിൽ എന്താന്ന് കാണിക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ ഇതെന്താണ്? ഓവൻ സിസ്റ്റം ആണ് അല്ലെ? ഓവന്, ഇത് ഓവൻ, ഇതെന്താ? ഇത് ഫ്രിഡ്ജ്. അപ്പൊ ഇതോ? ഇത് വെറുതെ ഒരു ഓക്കെ. മിന്നൂസിനൊന്നും കിട്ടിയില്ലേ? മിന്നൂസിനിതാ ബ്രിഞ്ചാൽ. അതിന് പറയും ബ്രിഞ്ചാൽ അല്ലേ? വഴുതന. മിന്നു, നീ ഇവിടെ കളിക്കിട്ടോ. അമ്മച്ചി ബാക്കിയുള്ള പരിപാടി നോക്കട്ടെ. മിന്നൂസ്, നിന്നെ കണ്ടിട്ട് ഇതിന്റെ മേലെ കയറാൻ നോക്കാം അല്ലെ മിന്നൂസേ? മിന്നൂസിന് ടോയ്ലറ്റിൽ നിങ്ങൾക്കൊരു സാധനം കഴിച്ചരാം. മിന്നൂസിന് താത്താനെ കാട്ടി വലിയ ആവേശം മിന്നൂസിനാണ് കേട്ടോ. മിന്നു വിളിച്ചടക്കുണ്ടോ? മിന്നൂസ് കുക്ക് ചെയ്യണേ. നീ കണ്ടോ? കട്ടിംഗ് പ്ലേറ്റാ. കുക്കിങ്ങിന്റെ ഓപ്ഷൻ ഇവിടെയാണ് അല്ലേ? ഇതെന്താ, ഗ്ലാസോ? മിന്നൂനാണ് ഇപ്പൊ ഒരു അല്ലെ മിന്നു? മിന്നൂസിനാണ് ഇപ്പൊ ഇതുകൊണ്ടൊരു കാര്യം കിട്ടിയത്. മിന്നു വർക്ക് ചെയ്യും. ഇതാ പൊളിച്ചടക്കണു, ഞാൻ നിറച്ചുതരാം. അതാണ് നമ്മുടെ പൈപ്പിന്റെ സിസ്റ്റം. വീണ്ടും ആ ട്രെയിലോട്ട് തന്നെ ഫില്ലാവും. ഇത് നമുക്ക് ഇങ്ങനെ യൂസ് ആക്കാം കേട്ടോ. എന്തായാലും എന്റെ സെറ്റി ഒന്നും നനക്കരുത് കേട്ടോ. അവിടെ സിറ്റൗട്ട് കൊണ്ടുപോയാൽ മതി. കാരണം എന്താണ്? മിന്നൂസ് അത് തട്ടി. നമ്മുടെ കിച്ചണൊക്കെ ദേ പോയി. മിന്നൂസ് അത് നോക്കടി, അവള് ഇത് ഇങ്ങോട്ട് ഇളക്കണോക്ക് കയ്യില്. കയ്യിലെന്താ നോക്ക്, മറ്റേതില്ലേ ആ സ്പൂണും കൊണ്ടേ. മിന്നൂസിന് അറിയാല്ലേ, പെൺകുട്ടിയല്ലേ. എടുത്തോട്ടെ. ഇളക്കി വിട്, വിട്. കോണൊക്കെ ഉണ്ടാക്കണ്. സീക്കോണ. വേക്ക് ഉമ്മച്ചി കഴിക്കണം. എന്നിട്ട് വേക്ക് കുക്കി. നല്ല ഇളക്കി വിടല്ല. ഇതിനിടയിൽ നമ്മള് മിന്നൂസിനെ ഒന്ന് ടോയ്ലറ്റില് കൊണ്ടുപോയി. ഇവിടെ ഒരു അംഗം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. കളിക്കണവിടുന്ന് പിടിച്ചോണ്ടതിനുള്ള അംഗം അല്ലേ മിന്നൂസ്? മിന്നൂസ് ഇളക്കി. നിനക്കെന്താ പരിപാടി? എന്നാ വൃത്തിയാക്ക്. നോക്കിന്നാ വൃത്തിയാവോ? അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെയ്യും. എന്നാ വേഗം പോയി നോക്ക്. എന്നാ വേഗം പോയി നോക്കൂ. മിന്നൂസ് തീർത്ത് പുറത്തേക്ക് എറിയോ? ഉള്ളിക്ക് വെച്ചെടുത്താലോ? ഉള്ളിക്ക് വെച്ചെടുത്താലോ? അതിനുള്ളിക്ക് വെച്ചെടുത്താലോ? ഒന്ന് അത് സെറ്റിക്ക് വെച്ചെടുത്താലോ? എന്നാ പുറത്തേക്ക് ഇടും. എനിക്കറിയില്ല, ഞാൻ അവിടെ നിന്ന് പോവാ. ഇടക്ക് വന്ന് നോക്കിക്കോ. ഫാനിന് നീ കറക്കണതോ അതോ ഫാൻ നിന്നെ കറക്കണതോ? ഇന്ന് വല്ലതും നടക്കുവോ? ഇതൊക്കെ അതിന് മുകളിൽ നിന്ന് വീണതാ. ഇതെന്താ റെഡ് മാറല്ലേ? ഞാൻ തട്ടിക്കോളാ. ഞാൻ ഇപ്പൊ തട്ടിത്തരാം. എന്നാ എന്നിട്ട് ബാക്കി നീ നോക്കിക്കോ. വേണ്ടേ? അതെനിക്കറിയാ. നിനക്ക് പറ്റുന്ന പണി ചെയ്താ പോരെ. അതങ്ങനെ പറഞ്ഞു തരാനൊന്നും പറ്റില്ല. അതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ട്. ഞാൻ തട്ടി തരട്ടെ? എന്നാ നേരം വിളിക്കുവോ?
ഇതെന്താ തീവ്രവാദിയോ? പൊടി തട്ടിയത് അല്ലെങ്കിൽ അലർജി, പിന്നെ പൊടി തട്ടിയാ പറയും വേണ്ട അല്ലേ. ഞാൻ തട്ടാ എല്ലാം കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് മാറ്റിയാൽ മതിട്ടോ, അല്ലെങ്കിൽ വീണ്ടും ആ ബെഡ്ഷീറ്റ് പൊടിയാവും. ഇതെന്താ അവിടെ ഒന്നും തൊട്ടിട്ടില്ലേ സ്റ്റഡി ടേബിളൊന്നും? ഓക്കെ ഓക്കെ. സെറ്റൊക്കെ എന്താ ചെയ്ത് മിന്ന? അതാ സ്പൂണ് കടിച്ച് നിൽക്കുക നിങ്ങള്. ഇതാ കിച്ചൺ സെറ്റൊക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട് മിന്നസ്. എന്താ കയ്യില്? നല്ല കയ്യാണല്ലോ, നല്ല കയ്യാണല്ലോ മിന്ന. നമ്മുടെ പൈപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാലും അതൊക്കെ ഒന്ന് മാറ്റി പുതിയ ടാപ്പൊക്കെ ഫിക്സ് ചെയ്തു കേട്ടോ. ഇത് നമുക്ക് സാധാ ഒരു എവിടെയെങ്കിലുമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ യൂസ് ആക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു താഴ്ഭാഗത്തെ ത്രെഡ് കണ്ടില്ല, അങ്ങനെ ഒന്ന് കട്ടായേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആകുമ്പോൾ വെള്ളം വന്നിങ്ങനെ പ്രഷറാകുമ്പോൾ മേലേക്ക് ഇങ്ങനെ ആ ലീക്ക് വരും. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും ടാപ്പ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ യൂസ് ആക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കാൻ ഫ്രണ്ട് ലോഡും ടോപ്പ് ലോഡും നമുക്ക് സെപ്പറേറ്റ് കിട്ടും കേട്ടോ. അങ്ങനത്തെ സർഫ് എക്സലിൻ്റെ ലിക്വിഡാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാനത് 4 ലിറ്ററിൻ്റെ ലിക്വിഡാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചാണ് ഇതുപോലെ ഒരു ചെറിയൊരു ക്യാപ്പും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഈ വലിയൊരു ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് പൈസ കളയുന്നത് ഇതുപോലത്തെ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ക്വാണ്ടിറ്റി ഉള്ള ഇതുപോലത്തെ സർഫ് എക്സലിൻ്റെ ലിക്വിഡോ അല്ലെങ്കിൽ വേറെ എല്ലാത്തിൻ്റെയും ഏരിയൽ പിന്നെ ഉജാല എല്ലാത്തിൻ്റെയും ലിക്വിഡ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നതായിരിക്കും ഒന്നും കൂടെ ലാഭം കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ഇതുപോലെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ഒരു ഐറ്റം എപ്പോഴും വേണ്ട ആവശ്യമാണല്ലോ, പെട്ടെന്ന് യൂസ് ആക്കണ ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ആ ഒരു ബോട്ടിലൊക്കെ വാങ്ങിച്ച് പൈസ കളയണ്ട കേട്ടോ. അതുപോലെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാനിതിൻ്റെ നമ്മൾ ആഫ്റ്റർ വാഷിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്മെല്ലിനൊക്കെ ഉപയോഗിക്കില്ലേ കംഫോർട്ട് പോലത്തെ ഐറ്റം തന്നെ ഇതുപോലൊരു 2 ലിറ്ററിൻ്റെ നമ്മുടെ എന്താ സോഫ്റ്റെക്കോ അങ്ങനെ എന്തോ ഒരു ഐറ്റം. അപ്പോൾ ഇത് 2 ലിറ്ററിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരുപാടൊന്നും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ ആവശ്യത്തിനാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെയാണ് കേട്ടോ. ഡ്രസ്സ് അല്ലേ ഒന്ന് ഷെയ്പ്പ് ചെയ്യണം കേട്ടോ. കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഒന്നിങ്ങനെ 2 സൈഡ് പിടിക്കണം. കൈ നീട്ടിക്കാം. കൈ ഒന്ന് ഷെയ്പ്പ് ചെയ്യണം. പിന്നെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗം ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാൻറ്റ് ആവശ്യമില്ല, നമുക്കിതൊരു ലോങ് ഫ്രോക്കായിട്ട് ഉപയോഗിക്കാം. അപ്പം ഒന്ന് ശരിയാക്കി തരണോ? ഒന്ന് കുളിച്ചിട്ട് മാറ്റാൻ. നേരത്തെ ഫാൻ കിടക്ക്, ഇനി ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല, അത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ജനലൊക്കെ നോക്കാം. ഓക്കെ, തുടച്ചോളൂ. എനിക്കും വേറെ പണികളുണ്ട്. കുക്കിംഗ് ഉണ്ട്, പിന്നെ അടിച്ചു വാരാനുണ്ട്, പിന്നെ റൂമിലിപ്പോൾ എന്താ പരിപാടി? ആ റൂം ഒന്നൊന്ന് തുടയ്ക്കാനുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിനി പുതിയ പാത്രങ്ങളിലൊക്കെ കുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചതൊന്നുമല്ല, നമുക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഒരു ഫ്രൈ പാന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൈ പാൻ മീൻസ് നമ്മുടെ ചപ്പാത്തിയൊക്കെ ഓക്കെ, നമ്മുടെ ചപ്പാത്തിയൊക്കെ കുക്ക് ചെയ്യാനായിട്ട് എടുക്കില്ലേ, ചപ്പാത്തി പത്തിരിയൊക്കെ ആയിട്ടുള്ളതിനെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഈ ഒരു ഒറ്റ ലിഡ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇതിൽ നമുക്ക് കറി കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യം ഒരു കുണ്ടുള്ള മോഡൽ പാത്രമാണ് കേട്ടോ. ഇതിനും നമുക്ക് ഈ ഒരു ലിഡാണ് യൂസ് ആക്കുക. അപ്പോൾ 2 എണ്ണത്തിനും കൂടെ ഒറ്റ ലിഡാണ് വരുന്നത് കേട്ടോ. ഇത് ബോച്ചൻ്റെ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ആണ് കേട്ടോ. കാണിച്ചു തരാം.
കണ്ടില്ലേ, ഇത് ബോച്ചേൻ്റെ ഒരു കടായി, തവ, ഫ്രൈ പാൻ, അങ്ങനെ ഒരു 3 ഐറ്റം. 1 ഇയർ വാറൻറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇതിന് എല്ലാം കൂടെ ഒറ്റൊരു ഗ്ലാസ് ലിഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹൗസ് വാമിങ്ങിന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റിലെ പെട്ടിയാണ്. ഇനിയും കുറച്ച് 2-3 ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും അത് എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ആ ഒരു ഷെൽഫിലിരിക്കുന്ന ആ ഒരു ഗ്ലാസ് കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ്. വേറൊരു കോംബോ പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ ഇനി എടുക്കാത്തതൊക്കെ നമ്മൾ എടുക്കുന്ന സമയം വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മളിങ്ങനെ യൂസാക്കും. കുറേയൊക്കെ എടുത്തു വെച്ചിട്ട് പാർക്കാല്ലേ. പൊടികളുണ്ട്. ഒരാൾ അവശതയിലിരിക്കുകയാണ് കേട്ടോ. നെഞ്ചുവേദന. എന്തൊക്കെ ചെയ്തു ഇപ്പം? ബെഡ്ഷീറ്റ് വിരിക്കാനുണ്ട്, തലയണ കവർ ഇടാനുണ്ട്. ഈ 3 ജനലും തുടച്ചു. പിന്നെ എന്താണ് സ്റ്റഡി ടേബിൾ ഒന്ന് വൃത്തിയാക്കി. സ്റ്റഡി ടേബിൾ എവിടെ? ഇതിന്റെ മേലെ മുകൾ ഭാഗം. അതേതാ ബുക്ക് ഇരിക്കണേ? അത് EVS. ഓക്കെ. 12:28 ആയി. ഇതുവരെയുള്ള പരിപാടികളാണ് ഇതൊക്കെ. അതെന്താ തുണി അവിടെ ഇരിക്കണ? ആ നമ്പേഴ്സ് എടുത്താ? ആ നമ്പേഴ്സ് മാത്സിലെ വർക്കല്ലേ? മാത്സിലല്ലേ? മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ നമ്പർ ചെയ്തു എന്ന് വെച്ചാൽ 1000 മുതൽ 10,000 വരെ ഒരു കാർഡ് ഉണ്ടാക്കി പോവാനല്ലേ. അപ്പൊ നമ്മൾ ചാർട്ട് പേപ്പർ വെട്ടിയെടുത്തിട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. തിങ്കളാഴ്ചക്ക് മതി, എന്നാലും നമ്മൾ ഇന്നലെ ചെയ്തു വെച്ചു. 4,000. യെസ്. 5,000. 6,000. ഇന്ന് കഴിയോ? 10,000 വരും. 7,000. 8,000. 9,000. ആൻഡ് 10,000. ധാര ചെയ്ത് അപ്പോൾ നമുക്ക് മൺഡേ കൊണ്ടുപോകാനുള്ള ഒരു വർക്കും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളത് നേരത്തെ ചെയ്ത് വെച്ചു. എന്നും ഞങ്ങൾക്ക് തലേ ദിവസം ഇരുന്നിട്ട് അടി. തലേ ദിവസം കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ സ്കൂൾ പോണ നേരത്തൊക്കെയോ ഇരിക്കും. അതുകൊണ്ട് നമ്മളങ്ങനെ തീർത്തു. ഇനി വൃത്തിയാക്കാനുള്ളത് ഈ റാക്കും പിന്നെ ഈ 2 റാക്ക്. അപ്പോഴേക്കിനും ക്ഷീണം വന്നല്ലോ. ഞാൻ എന്തായാലും മിന്നൂസിനെ കൊണ്ടുപോയിട്ട് ഉറക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ചോറും കറിയില്ല, ബീഫ്. നമുക്ക് തലേ ദിവസത്തെ ബീഫ് ഉണ്ട്, അത് വെച്ചിട്ട് ഇന്നങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി ബെഡ്ഷീറ്റ് വിരിക്കാനുണ്ട്, തലയണ കവർ, അതാണ് മെയിൻ പരിപാടി. ആദ്യം അതൊന്ന് തീർക്കുക. പിന്നെ ജനലൊക്കെ തുടച്ചു അല്ലേ? ജനൽ കമ്പികളൊക്കെ തുടച്ചു. രണ്ടും ഇതും തുടച്ചോ? പല്ലിയാടി. കുഴപ്പമില്ല, പല്ലിക്ക് ചാടാൻ കണ്ട സമയം നിന്നെ കണ്ടപ്പോഴായിരുന്നു. ഓക്കെ. അപ്പൊ ഇനി ബാക്കി കണ്ടിന്യൂ. മാറാല തട്ടാനുള്ള ചൂലൊക്കെ കൊണ്ടുപോയിട്ട് റൂമിൽ കൊണ്ടുപോയി വെച്ചത് ഇവിടെ എടുത്തിട്ട് ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട് അല്ലേ മിന്നുസേ? മിന്നുവാ ഇവിടെ നോക്ക്. നമുക്ക് ഉറങ്ങിയാലോ? ഉറങ്ങിയാലോ? എന്താ നിന്റെ ചൂലൊക്കെ ഇവിടെ കൊടുന്നിട്ടേക്കണോ? എന്തായാലും മിന്നൂസിനെ ഉറക്കട്ടെ കേട്ടോ. ടിവിയും കണ്ടിട്ട് മിന്നൂസ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. 6 ടിവിയാണ്, വെറുതെ അത് ഓടുക എന്നല്ലാതെ. മിന്നുവാ ഇങ്ങോട്ട് നോക്ക്. ഉറങ്ങാ. ടാറ്റ, ഞാൻ പോവുക. ഞാൻ അവിടെ കൊത്തിപ്പിടിച്ച് കയറണ്ട. വാ ഉറങ്ങാം, നമുക്ക് വാ. ഉറങ്ങാ. മിൻഹ രണ്ടാളും നടക്കാൻ ഇറങ്ങിയതാ? അപ്പൊ കുറച്ച് മഴത്തുള്ളി കണ്ടപ്പോ കേറി നടക്കാൻ ഇറങ്ങിയതാ? ഇനി കുറച്ച് മധുരം കഴിക്കൂ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ, നീ അല്ല ഇന്ന് പിന്നെയും തിന്നത്. 2 തിന്നു. മിഞ്ഞ മിഞ്ഞ കൊടുക്ക് താത്ത. നീ അയിമൊന്നും അവൾക്ക് അടിക്കാൻ പറ്റുമോ? മിഞ്ഞ
ഷാന റൂമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എപ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക, ഷാനൻ്റെ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചേക്കാണ്. ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ മിന്നോസിന് ചെറുതാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അധികം പഴക്കമൊന്നുമില്ല കേട്ടോ, നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. അതാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ കുറച്ച് മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഇതാ ഫൈനൽ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. ഒരു ഡോളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതായത് പുളിയൊക്കെ കഴിഞ്ഞ് എന്തായിരുന്നു ഇവിടെ പണി? 5:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചതന്ത്ര കഥകൾ വായിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ അപ്പുറത്തെ തൊടിയിൽ കാണുന്നുണ്ടോ നോക്കട്ടെ, അപ്പുറത്തെ തൊടിയിൽ ഒന്ന് സൂം ചെയ്യട്ടെ കേട്ടോ. കണ്ടോ, അവിടെ ഇറ്റാച്ചിയൊക്കെ വന്നിട്ട് സ്ഥലമൊക്കെ ഇങ്ങനെ എന്താ പറയുക നിരത്തുന്നുണ്ട്. അവിടേക്ക് ഒരു കുന്നാണ് കേട്ടോ. കുന്നിൻ്റെ മേലെ കയറിയിട്ടാണ് ഇറ്റാച്ചി നിൽക്കുന്നത്. ആ കാഴ്ചയും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. ഓക്കെ, ഏത് പിന്നെ ഈ 2 ഷെൽഫ് ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെയും ചെയ്തിട്ടില്ല അല്ലേ? താഴെ വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അത് ചെയ്യണ്ട. ഇനി മേലെ ഒന്ന് സെറ്റ് ആക്കാണ്ട്. പിന്നെ ഇത് ഇങ്ങനെ തന്നെയാണ്, ഇതിന്റെ കവറിന്റെ ഉള്ളിൽ കുറെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് പിന്നെ ഒരുപാട് ഇങ്ങനെ വൃത്തിയാക്കാനൊക്കെ പറ്റും. നമുക്ക് ഇങ്ങനത്തെ പെട്ടിയും ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറ്റി വെക്കാൻ പറ്റും. പക്ഷെ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ വെച്ചു ഡ്രസ്സ് കുറച്ചൊന്നും ഇങ്ങനെ പിന്നെ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ ഒതുങ്ങിയിരിക്കേണ്ടതിന് നമുക്ക് പ്രത്യേകിച്ച് വൃത്തിയൊന്നും തോന്നാത്ത കബോർഡ് വർക്ക് നമ്മൾ ഡോറും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അതാണ് നമുക്ക് ഇങ്ങനെ റൂമിലോട്ട് വരുമ്പോൾ ഒരു വൃത്തികേടെന്ന് പറയാനുള്ളത്. ഇൻഷാ അല്ലാ അതൊക്കെ റെഡിയാക്കണം പതിയെ പതിയെ. ഇപ്പൊ ഓക്കെ, എന്താ പരിപാടി? ഇപ്പൊ ഈ നേരത്തെ വിൻഡോസും ഇറങ്ങി കേട്ടോ. ഞാൻ കഥ ബുക്ക് വായിക്കും, അല്ലെങ്കിൽ പിന്നെ പുറത്ത് നോക്കിയിരിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കും. അപ്പൊ ഇപ്പം 5:30 ആയിട്ടുണ്ട്. ഇനിയിപ്പൊ ഇന്ന് മദ്രസ ഉള്ളത് കൊണ്ട് നൈറ്റ് കുറച്ച് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് EVS എക്സാമിന്റെ അല്ലേ മൺഡേ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. മറ്റൊന്ന് ചെറുപ്പളേ ഇടുള്ളൂ അടുത്ത വീഡിയോ. ബൈ ബൈ. ഓക്കെ.